അവരെ ഞാൻ കാണാൻ പാടില്ലെന്ന് അമ്മ തീരുമാനിച്ചു. അമ്മ എന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ മുഖമായിരിക്കില്ല അമ്മ കാണാം. ഭഗവാനെ, ഞാൻ ഈ ജീവിതത്തിൽ പേടിച്ച നിമിഷം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും കാരണവശാൽ ജീവൻ നിത്യയെ കണ്ടാൽ അവളുടെ ജീവൻ പിന്നെ ബാക്കിയുണ്ടാവില്ല. അവൻ അവളെ കാണുന്നതിന് മുൻപ് നിത്യയുടെ ജീവിതം ഒരു കരയ്ക്ക് എത്തിച്ചേ പറ്റൂ. എൻ്റെ മോളെ കാത്തോളണേ. ഒരു കാലം മുഴുവൻ സന്തോഷത്തിൽ കഴിഞ്ഞിരുന്ന എൻ്റെ കുട്ടി പിന്നെ ആ വാക്കിൻ്റെ അർത്ഥം പോലും അറിഞ്ഞിട്ടില്ല. ഒന്നും അറിയാതെ അവൾ എപ്പോഴും ജീവിക്കുകയാണ്. ഒരിക്കലും, ഇനി ഒരിക്കലും അവളെ അവനെ നേർക്ക് കാണിക്കരുത്. വേദന കൊണ്ട് പൊള്ളിക്കല്ലേ. എന്താ എന്താ മോളെ? അത് ദോശക്കല്ല് കൈ തട്ടി പൊള്ളിയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലമ്മേ. കുറച്ച് നെയ്യ് എടുത്തിട്ടാ മതിയമ്മേ. അമ്മേ, അമ്മ എന്തീ ഓർത്ത് നിൽക്കുന്നേ? ഒന്നുമില്ല മോള്, കുറച്ച് നെയ്യ് എടുത്തിട്. അതല്ലേ ഞാൻ ചോദിച്ചത്. ഇത് ആപത്തിന്റെ സൂചനയാണ്. അതിന് സംശയമൊന്നുമില്ല. അവൻ വരും. അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അല്ലെങ്കിൽ എനിക്കെന്തേലും പറ്റിയാ അമ്മ ഇങ്ങനെ അല്ലല്ലോ. എന്നെക്കാളും വേദനിക്കുന്നത് എപ്പോഴും അമ്മയ്ക്കായിരിക്കുമല്ലോ. ഞാൻ വേദനിച്ച നീയും കൂടെ കരയില്ലേ? ഇപ്പൊ പുകച്ചില് കുറവുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യ. നീ ഒന്നെടുത്തിട്. കുടുംബത്തിനും എന്റെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമുണ്ടാവരുത്. മാനേജർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രശ്നങ്ങളും എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കണേ. എന്റെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എത്ര വലിയ വ്രതം എടുക്കാനും എന്ത് വഴിപാട് നടത്താനും ഞാൻ ഒരുക്കാം. ദേമോളെ, ദേമോളെ,
നാഗരുടെ മുന്നിൽ തൊരാൻ പോയതാ വന്ദനമ്മേ. മോളെ, അമ്മയെ നീ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഭഗവാന്റെ മുന്നിൽ നിൽക്കുമ്പോ എന്തിനമ്മ പേടിക്കുന്നത്? നീയാള് കൊള്ളാലോ. യഥാർത്ഥ ഭക്തിയോടെ മനസ്സ് പൂർണ്ണമായി ദൈവത്തിൽ അർപ്പിച്ചാൽ ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ല വന്ദനമ്മേ. വാ പോവാം. ഉം. എന്താ വന്ദനമ്മേ? ഒന്നുമില്ല, മോള് വന്നേ, പെട്ടെന്ന് പോവാം. വാ. എന്താ വന്നനെ? എന്താ വല്ലാതിരിക്കുന്നത്? രാവിലെ വീട്ടിലിരുന്നപ്പോൾ മനസ്സിന് എന്തോ വല്ലാത്തൊരു ടെൻഷൻ തോന്നി. തൻ്റെ വീട്ടിൽ വിളിച്ചപ്പോൾ വന്ദന അമ്പലത്തിലേക്ക് പോയെന്ന് പറഞ്ഞു. അതാ ഒന്ന് കാണാമെന്ന് വെച്ചത്. വന്ദന ടെൻഷനാവണ്ട, വണ്ടിയിൽ കയറി, ഞാൻ കൊണ്ടുവിടാം. ആലോചിച്ച് നിൽക്കണ്ട, ഞാൻ കൊണ്ടുവിടാം. വാ വാ മോളെ. വാ.
എന്താ ഇത്? ആ ദാ, ഇത് എന്തിന്റെ നോട്ടീസ്? ഇതൊരു യാഗത്തിൻ്റെയാ. ചിറ്റാരത്ത് മനക്കൽ സർവൈശ്വര മഹായാഗം. സുജാത കേട്ടിരിക്കാൻ വഴിയില്ല. ഇത് ഓരോ 5 വർഷം കൂടുമ്പോ ഇതുപോലൊരു യാഗം നടത്താറുണ്ട്. യാഗത്തിൽ പങ്കെടുക്കുന്നത് ഐശ്വര്യാണെന്നൊക്കെയാ പറയുന്നേ. നിങ്ങൾ പോവാറുണ്ടോ? അല്ല, എനിക്ക് പോണെന്നൊക്കെ ആഗ്രഹം തോന്നാറുണ്ട്. പക്ഷെ അവനുണ്ടല്ലോ ഹരി, അവൻ സമ്മതിക്കാറില്ല. മുൻപൊക്കെ ഐശ്വര്യയാഗെന്നൊക്കെ പറഞ്ഞ അവൻ എല്ലാ കാര്യത്തിനും അവിടെ തന്നെ ഉണ്ടാവുമായിരുന്നു. ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോ അവൻ എല്ലാത്തിനും പതുക്കെ മാറി തുടങ്ങി. വിളിക്കുന്ന ദൈവം തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് കണ്ടാ പിന്നെ എന്താ ചെയ്യുക അല്ലേ? ശരി എന്നാ. ആ കൊള്ളാം, നന്നായിട്ടുണ്ട്. എവിടെ ഇരുന്നോട്ടെ. പത്രം എടുക്കാൻ പോയിട്ട് കുറെ നേരം ആയല്ലോ. എനിക്കറിയാം അപ്പൂപ്പൻ എന്താ താമസിച്ചേന്ന്. എന്താ കാര്യം പറ. കല്യാണ പരീക്ഷ നോക്കാനല്ലേ ഇവിടെ വന്നിരുന്ന് നോക്കിയാ അച്ഛൻ ചീത്ത പറയുന്നോണ്ട്. നീ പോടി അവിടുന്ന്. കാന്താരി കല്യാണം കാര്യം. അതെ, ഇത് നീ ഒന്ന് നോക്കിയേ. നീ നോക്കിയേ കണ്ട. കൊള്ളാം. അല്ല, വലിച്ചെറിയാനല്ല പറഞ്ഞത്, നോക്കാനാ പറഞ്ഞത്. എടാ, കഴിഞ്ഞവണ ഈ യാഗം നടക്കുമ്പോഴേ ഒന്ന് പോയാലോ നിന്നോട് ഞാൻ ചോദിച്ചതാ. അപ്പം നീ അതങ്ങ് മുടക്കി. ഇത്തവണ എങ്ങനെയാ? അമ്മ വേറെ പണിയൊന്നുമില്ലേ? ഇല്ല. ഈ ഉത്സവവും അഭിഷേകവും യാഗവും ഒക്കെ ധാരാളം നടക്കുന്നുണ്ട്. അതുണ്ട്. നമ്മൾ എല്ലാത്തിനും ചെല്ലണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നും പറഞ്ഞു പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് കുഴപ്പമുണ്ട്. എനിക്കിങ്ങനെ ഒരിടത്തും പോവാൻ താല്പര്യമില്ല. അതെ, അത് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ പോകുന്നില്ല. അമ്മ കൂടുതൽ സംസാരിക്കുന്നു വേണ്ട. ഷൂസ് പോലും എടുക്കാതെ അവള് ഇങ്ങോട്ട് മാറി നിൽക്കാം. രാവിലെ സമയവും പോകുന്നു. സംസാരിക്കാതിരിക്കാൻ ഞാൻ ഊമേ. എന്റെ ദേവി, അവന് നല്ല ബുദ്ധി തോന്നിച്ചോണ്ട് എന്നെ കൊണ്ടുവരിക്കണേ. ഞാൻ വന്ന് കാണാം. അവർ ഒരുപാട് പേരുണ്ടായിരുന്നു ജഗ. അവരെന്റെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. ജഗൻ വരുന്നത് കണ്ടപ്പോ അവരൊക്കെ വന്ദന സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. തനിച്ച് പുറത്തിറങ്ങുമ്പോ പ്രത്യേകിച്ചും. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെ അവർ തീർച്ചപ്പെടുത്തിയിരിക്കുക. എന്റെ മാത്രമല്ലല്ലോ, ആർക്കാ എങ്ങനെ അപകടം വരുന്നതെന്ന് ഒന്നും പറയാൻ പറ്റില്ല. വന്ദന ടെൻഷൻ ആവണ്ട. എന്ത് വന്നാലും നമ്മൾ നേരിട്ടല്ലേ പറ്റൂ. ഞാൻ കൂടെ ഉണ്ടാവും, എന്തിനും. ഇവിടെ എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരല്ലേ. ആർക്കും ഒന്നും വരാതെ നോക്കേണ്ടത് എൻ്റെ കൂടി ഉത്തരവാദിത്വമല്ലേ. ഭയം മനസ്സിൽ സൂക്ഷിക്കാനേ പറ്റൂ. മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർക്കത് താങ്ങാൻ പറ്റുമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ, ദേ അവര്. ജഗൻ,
പേടിക്കണ്ട. എടാ, എന്തായിരുന്നു ജഗ? അകത്ത് പോ. അയ്യോ, സുചിത്ര ദീപ് അകത്ത് പോ. കേറി പോവത്ത്. ഈശ്വരാ. ചേച്ചി, അയ്യോ, കുപ്പിച്ചില്ല. എന്താ അവിടെ ചില്ല് കിടക്കുന്നേ? ആരും പുറത്തുനിന്ന് കല്ല് വലിച്ചെറിഞ്ഞു. എവിടെ നോക്കട്ടെ. ഭാഗ്യം, ചെറിയ മുറിവേ ഉള്ളൂ. ഇതപ്പുറത്ത് ക്രിക്കറ്റ് കളിക്കാൻ വരുന്ന പിള്ളേരുടെ പണിയാ. ആ, അവന്മാരോട് ഇനി ഇവിടെ കളിക്കേണ്ടെന്ന് പലവട്ടം ഞാൻ പറഞ്ഞതാ. ചോദിക്കാതെ പറ്റില്ല. പ്രകാശേട്ടാ, അവന്മാരുടെ കളി ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കും. ചേച്ചി, ആദ്യം മുറിവൊന്ന് തുടയ്ക്കാം. അല്ല, ഹോസ്പിറ്റലിൽ പോണോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ മരുന്ന് എന്തെങ്കിലും കാണും. വാ ചേച്ചി, വാ. കഴിഞ്ഞില്ലേ ശരവണ? അമ്മ നീ ആ ബലൂണും കൊണ്ടാണോ സ്കൂളിൽ പോകുന്നത്? അല്ല ടീച്ചറെ, ഞാൻ സ്കൂളിലേക്ക് പോവാ. കാറിൽ ഒരുമിച്ച് പോവാം. വേണ്ട, ഈ കാർ എപ്പോഴാ വഴിയിൽ കിടക്കുന്നതെന്ന് അറിയില്ലല്ലോ. നമുക്ക് നമ്മുടെ ഓട്ടോ തന്നെ മതി. കളിയാക്കൊന്നും വേണ്ട. ഈ കാർ ഒരിക്കലേ എന്നെ ചതിച്ചിട്ടുള്ളൂ. അന്ന് കഷ്ടകാലത്തിന് ടീച്ചർ എൻ്റെ കൂടെ ഉണ്ടായിപ്പോയി. ഞാൻ കൂടെ ഉണ്ടായത് കഷ്ടകാലാണെന്നാണോ? അയ്യോ, അങ്ങനെയല്ല. എന്തായാലും ശരി, ഞങ്ങൾക്ക് ഓട്ടോ വരും. വാ മോനെ.
എന്നമ്മ